നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ലെയറായിട്ട് എങ്ങനെ നമ്മുടെ കേരള പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള മൈദ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് മൈദ എടുക്കാം. അപ്പോൾ ഈ മൈദയിലേക്ക് ബാക്കി എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ 1 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യണം. ഒന്നോ രണ്ടോ സ്പൂൺ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ആദ്യം ചേർത്ത് കുഴയ്ക്കണം. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഓയിൽ ചേർക്കാം. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചു തുടങ്ങാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴക്കണം. ഇത് കുഴയ്ക്കുന്നതിലാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ് വരുന്നത്. നന്നായിട്ട് കുഴച്ചതിന് ശേഷം വീണ്ടും 1 മണിക്കൂർ ഇതൊന്ന് അടച്ചു വയ്ക്കണം. അതിന് ശേഷം വേണം നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാൻ. ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എണ്ണയിൽ ആദ്യം തന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നന്നായിട്ട് എണ്ണയിൽ മുങ്ങി കിടക്കണം. എന്നാലേ ഇതിന് സോഫ്റ്റ്നെസ് കൂടുള്ളൂ. സ്ഥിരമായിട്ട് ഉണ്ടാക്കി കഴിക്കാനൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. വല്ലപ്പോഴും ഒരിക്കൽ കടകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിന് നല്ലത് വീട്ടിലുണ്ടാക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരല്പം എണ്ണയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കണ്ടില്ലേ? ഇനി ഇത് ചെറിയ നമുക്ക് എത്ര വലുപ്പമാണ്, തീരെ ചെറുതായിട്ട് എടുക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് കൗണ്ടർ ടോപ്പിൽ അധികം പരത്തി എടുക്കണമെങ്കിൽ, കനം കുറഞ്ഞിരിക്കണമെങ്കിൽ ചെറിയ ബോൾസ് ആക്കി എടുക്കണം.
നന്നായിട്ട് അബ്സോർബ് ചെയ്യണം. അതിന് ശേഷം ഉണ്ടാക്കി തുടങ്ങാം. കണ്ടില്ലേ, വളരെ സോഫ്റ്റാണ് ഇത്. എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ചെറു ചൂടോട് കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റിൽ. ഇതേ രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. കടകളിലൊന്നും പോയി ഇനി വിഷമിക്കേണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. എല്ലാവരും ബാക്കിയും കൂടി കണ്ടു നോക്കുക. ഓക്കെ.